ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺ പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല ചെമ്മീൻ വെച്ച് നല്ല ഈസി ആയിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വാങ്ങിയ ചെമ്മീൻ 750 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു അരമണിക്കൂർ വെച്ചേക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അച്ചാറിന് വേണ്ട ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ചെമ്മീൻ അധികം വേവില്ല, അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. അപ്പോൾ എല്ലാ ചെമ്മീനും കുറേശ്ശെയായിട്ട് ഇട്ട് നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി അതേ ഓയിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 10-20 പച്ചമുളക്, പിന്നെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3 കുടം വെളുത്തുള്ളി, ഇതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഫ്രഷായിട്ട് പൊടിച്ചു വെച്ച ഉലുവയും കായം പൊടിയും കൂടെ 1 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വൈറ്റ് വിനെഗർ ചുറുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്ത് ഒരു തള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു തള വന്നിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കുക. പുളി കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഈ സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അച്ചാറുകളാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. എനിക്ക് കുറച്ചും കൂടെ പുളി വേണമെന്നാണ് തോന്നിയത്. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വിനാഗിരിയും 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തർക്കുടെ പുളിയുടെയും ഉപ്പിൻ്റെയൊക്കെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈസി ആയിട്ടുള്ള പ്രോൺ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ചില്ലുഭരണിയിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഒരു 2 ആഴ്ച നമുക്ക് പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പ്രോൺ പിക്കിളാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.